അതിതാണ്. ഹലോ, അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞു. നമുക്ക് വരും വർഷത്തേക്ക് നല്ലതുപോലെ കായ്ക്കാനും ടേസ്റ്റുള്ള ഫ്രൂട്ട് കിട്ടാനും നമുക്ക് കുറച്ച് വളങ്ങൾ പരിചയപ്പെടാം. ഞാൻ ഇന്നലെ അത് വളങ്ങളൊക്കെ ഇട്ടു. അപ്പം നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചേ. അപ്പം ഫ്രൂട്ടൊക്കെ ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. നല്ല വെയിലായിട്ടുണ്ട്, കൊടും വെയിലായിട്ടുണ്ട്. അപ്പം കുറച്ച് ദിവസം ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കണം. നമ്മൾ വളം ഇടുന്നതല്ലേ, ജൈവവളമാണ് ഇടുന്നത്, എങ്കിലും നല്ല കടുത്ത വെയിലാണ്. അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ എന്തൊക്കെ വളമാണ് ഇതിന് ഇടേണ്ടതെന്നൊന്ന് ഞാനൊന്ന് പരിചയപ്പെടുത്താവേ. ഇന്നലെ ഞാനിതിന് വളമിട്ടു. വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, ചാണകപ്പൊടി, പിന്നെ കുറച്ച് എപ്സം സാൾട്ട് ഇട്ടു. കാരണം ചെടിക്ക് നല്ലൊരു മഞ്ഞളിപ്പുണ്ട്. അതുപോലെ ഇത് മൊത്തം വരണ്ടിരുന്നത്. അപ്പോൾ ഒരു ഹെൽത്തൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രധാനമായിട്ടും ഇടേണ്ടത് വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, ചാണകപ്പൊടി എല്ലാം ഫുള്ള് റൗണ്ട് ചെയ്ത് ഇങ്ങനെ ഫുള്ള് ഇടണം. ഒരു ലെയറായിട്ട് വീതം ഇട്ടിട്ട് മുകളിൽ കുറച്ച് പുതിയ മണ്ണ് തൂക്കി കൊടുക്കണം. ഉണ്ട്, ഇത് കുറച്ചേ ഉള്ളൂ മണ്ണ്, ബാക്കി അടിയിലോട്ട്. പിന്നെ ഇട്ട ഒരു വളമെന്ന് പറയുന്നത് നമ്മുടെ ഫുഡ് വേസ്റ്റ് വളം ഉണ്ടല്ലോ, കമ്പോസ്റ്റ്, അതാണ് ഏറ്റവും നല്ലതാണത്. മുട്ടത്തോടും എല്ലാം വരുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് മുകളിലായിട്ട് കുറച്ച് പുതുമണ്ണും തൂക്കി കൊടുക്കണം. ഏറ്റവും മുകളിൽ കിടക്കുന്ന കറുത്തത് ഞാനിവിടെ പായൽ കിടന്നായിരുന്നു. ഇനി വരൾച്ചയല്ലേ വരുന്നത്, പായലപ്പോൾ ഇളകി വന്നത് ഞാനത് വാരിയിട്ട് ഇങ്ങോട്ട് ഇട്ടതാണ്. അപ്പോൾ വെള്ളം ഒഴിച്ചപ്പോൾ അതും കുതിർന്ന് അതൊരു തണുപ്പ് കിട്ടുമല്ലോ. ഫൈനലി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ പച്ചില, കുറച്ച് പച്ചിലയോ ഉണക്കയിലയോ ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്താൽ ഈ ഇട്ട വളം പെട്ടെന്ന് ഉണങ്ങിപ്പോകത്തില്ല. ഇവിടെ നല്ല വെയിലുണ്ട് ഇപ്പോൾ. ഇനി ഒരു 2-3 ദിവസം വെള്ളം ഒഴിച്ച് കൊടുക്കണം. നമ്മൾ വളമൊക്കെ ഇട്ടതല്ലേ. മഴ പെയ്തായിരുന്നു, അതുകൊണ്ട് ഇന്ന് ഒഴിക്കണ്ട. വളമൊക്കെ ഇട്ട് ഒരാഴ്ച നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ വളമൊക്കെ ഒന്ന് പിന്നീട് ഇടയ്ക്ക് നമുക്ക് ഇനി ഡിസംബർ ആകുമ്പോഴത്തേനും കുറച്ച് പിണ്ണാക്ക് ഇപ്പോൾ ഇരിപ്പില്ല, സ്റ്റോക്ക് പിണ്ണാക്ക് കുതിർത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു ഏപ്രിലൊക്കെ ആകുമ്പോഴത്തേക്കിന് നമുക്ക് കുറച്ച് ചാണകപ്പൊടി, എല്ലുപൊടി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം ഈ ഫ്രൂട്ട്സിനൊക്കെ നല്ല വലിപ്പമൊക്കെ വെക്കാനും എല്ലാം സഹായിക്കും. കുറച്ച് ചാണകപ്പൊടി, എല്ലുപൊടി മാത്രം മതിയേ. അതുകൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് വരും വർഷം നമുക്ക് ടേസ്റ്റുള്ള, വലിപ്പമുള്ള നല്ല ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കാൻ പറ്റും. റെഡാണ്. ഇതിൻ്റെ സൈഡ് സ്ട്രെയിറ്റ് ആണ്, ഷേപ്പൊന്നുമില്ല. സീഡ് വൈറ്റുമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. സീഡ് വൈറ്റ് നമ്മൾ നട്ടിട്ടുണ്ട്. ഇത് രണ്ടും മലേഷ്യൻ റെഡാണ്. സീഡ് വൈറ്റ് കാണിച്ചു തരാം, തിരിച്ചറിയാൻ നല്ലപോലെ പറ്റും കേട്ടോ. ഇതിൻ്റെ സൈഡ് ഒരു ഡിസൈൻ പോലെയാണ്, നല്ലൊരു ഷേപ്പൊക്കെ ഉണ്ട്. ഇതാണ് സീഡ് വൈറ്റ്. അത് നട്ട് കയറി വരുന്നതേ ഉള്ളൂ. അതിനും നമ്മൾ വളമൊക്കെ കൊടുത്തിട്ടുണ്ട്, പുതിയ മണ്ണ് ഇട്ട് കൊടുത്തു. വേരൊക്കെ തെളിഞ്ഞ് നിന്നതാണ്. അതിനും എല്ലാ വളങ്ങളും നമ്മൾ കൊടുത്തു. ഇനി കുറച്ച് പച്ചിലയും കൂടെ ഇട്ട് കൊടുക്കും. ഇനി കുറച്ച് വാഴയുടെ ഇലയോ കരിയിലയോ ഒക്കെ കൊണ്ടിടുന്നത് നല്ലത്. ഇനി അങ്ങോട്ട് നല്ല വെയിലല്ലേ, അപ്പോൾ ഇതിൻ്റെ ചുവട്ടിലൊരു തണുപ്പ് നിൽക്കാൻ വേണ്ടി ഒക്കെ ചെയ്യുന്നത് നന്നായിരിക്കും കേട്ടോ. ഒരാളെയും കൂടെ പരിചയപ്പെടുത്താം, അവക്കാഡോ. 8 വർഷമായി ഇവിടെ നിന്ന് നന്നായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. ഇതുവരെ പൂത്തിട്ടും കായ്ച്ചിട്ടും ഒന്നുമില്ല. എല്ലാ വർഷവും ഞങ്ങൾ പ്രതീക്ഷിക്കും കായ്ക്കുമായിരിക്കുമെന്ന്, പക്ഷേ ഇതുവരെ കായ്ച്ചിട്ടില്ല. നോക്കാം. എങ്കിലും വീട്ടിൽ നല്ലൊരു തണുപ്പാണ്. വീടിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഒരുപാട് വളങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. വീട്ടിൻ്റെ വിളവെടുപ്പിന് ശേഷമുള്ള വളമിടുന്ന രീതിയൊക്കെ പറഞ്ഞു തന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു.
ഇത്രയൊക്കെ മതി കെയറിങ്, നന്നായിട്ട് കായ്ച്ചോളും. ഇത് നമ്മൾ തറയിൽ വെച്ചേക്കുന്ന ഡ്രാഗനാണ്. അപ്പോൾ ഇതിൽ പെട്ടെന്നാണ് പോച്ച വരുന്നത്, അതുകൊണ്ട് കുറേ പ്ലാസ്റ്റിക്കൊക്കെ കവർ ചെയ്തിട്ടുണ്ട് വളമിട്ടതിന് ശേഷം. അതിൽ ഒരു ഫ്രൂട്ടൂടെ, ലാസ്റ്റ് ഫ്രൂട്ടൂടെ ഉണ്ട്. എങ്കിലും ഞാൻ എല്ലാത്തിനും വളമിട്ട കൂട്ടത്തിലങ്ങ് ഇട്ടതാണ്, ഇനി അതിന് വേണ്ടിയിട്ട് വരണ്ടല്ലോ. അപ്പോൾ ആ വളക്കൂട്ട് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതാണ് ആ വളക്കൂട്ട്. ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, കമ്പോസ്റ്റ്, കുറച്ച് മണ്ണ്, പിന്നെ എപ്സം സാൾട്ടും. അപ്പോൾ എപ്സം സാൾട്ടും ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇടുന്നത് നല്ലതാണ്, മഞ്ഞളിപ്പിനും ഒക്കെ നല്ലതാണ്. പിന്നെ കമ്പോസ്റ്റും ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. ചാണകപ്പൊടിയും എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും മസ്റ്റായിട്ട് ഇടണം. അപ്പോൾ നമുക്ക് രുചിയുള്ള ഫ്രൂട്ട് കഴിക്കാൻ പറ്റും. പിന്നെ ഒരു മാസം കൂടെ കഴിഞ്ഞിട്ട് പിണ്ണാക്ക് കുതിർത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു ഏപ്രിൽ മാസത്തോടു കൂടി കുറച്ച് ചാണകവും എല്ലുപൊടി ഇട്ടാൽ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വളം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് സ്റ്റെംസ് കട്ട് ചെയ്തെടുത്തായിരുന്നു ഇന്നലെ വളമിട്ടപ്പോൾ. നമുക്ക് 1-2 ഡ്രമ്മിലൂടെ ആക്കി വെക്കാം. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. ഇത്ര കെയറൊക്കെ മതി. നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നല്ല സ്വീറ്റായിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ട് നമുക്ക് കഴിക്കാൻ പറ്റും.